ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ. ഹലോ ഗൈസ്, ഈ കുണ്ടി എന്ന് പറയുന്നത് ഇത്ര വലിയ മഹാഭാവമായിട്ടുള്ള കാര്യമാണ്? അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഉള്ളത്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ഒരു സാധനം. മനുഷ്യനായിട്ട് മൃഗങ്ങളായിട്ട് എന്തായിട്ട് ജനിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു കുണ്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പക്ഷെ ഈ കുണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ആർജെ അഞ്ജലി മറ്റൊരു കുണ്ടി ചേച്ചി നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എന്താ പറയുക കമന്റ് ബോക്സിലിട്ട് എന്താ പറയുക പൊങ്കാലിടുന്നത്? ഒരിക്കലും അല്ല. അത് ഇതുവരെ ഇവർക്ക് മനസ്സിലായി. ഇവരുടെ വിചാരം കുണ്ടി എന്ന വാക്ക് യൂസ് ചെയ്തതാണ് ഇവർ ഏറ്റവും വലിയ ചെയ്ത് തെറ്റുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഒരാളുടെ പ്രൊഫഷനെ കളിയാക്കിയതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് അത് പ്രാങ്ക് ആക്കി അത് കൊട്ടി ആഘോഷിച്ച് ഇങ്ങനെ അക്കൊക്കെ ചിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും. അതുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ട്രോളി, അതിനുശേഷം നല്ല രീതിയിൽ പൊങ്കാലിട്ട് കമന്റ് ബോക്സിലായാലും ഇൻബോക്സിലായാലും നല്ല രീതിയിൽ ആൾക്കാർ പറഞ്ഞു. എല്ലാവരും ഇതേപോലെ തന്നെ റിയാക്റ്റും ചെയ്തു തുടങ്ങി. അതിനുശേഷം നമ്മുടെ ആർജെ അഞ്ജലി ചേച്ചി ഒരു മാപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മാപ്പ് അങ്ങ് ജനങ്ങൾക്ക് അങ്ങ് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എനിക്ക് പേഴ്സണലി ആ ഫസ്റ്റത്തെ ആ ഒരു മാപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പാപ്പി അപ്പച്ച സിനിമയിൽ ഒരു സീനുണ്ട്. ജീവന്റെ ജീവനാണ്, ഒന്ന് പറയാൻ ഈ ഒരു കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആ മാപ്പ് കണ്ടപ്പം തോന്നിയത്. കാരണം ഒരാളോട് തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ മാപ്പ് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഒരു ബുക്കിൽ അങ്ങ് എഴുതിയിട്ടോ ഇന്നത്തെ കാര്യം ഞാൻ ഇതൊക്കെയാണ് പറയാൻ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ്, അത് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് അവസാനം കൂപ്പുകയും. എന്തായാലും ആ മാപ്പൊന്ന് നമുക്ക് കാണാം. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ ആർജെ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ആക്ച്വലി ആ ഒരു വാക്ക് പൊതുസമൂഹത്തെ ഒരു രീതിയിലും എന്താ പറയാ ഒരു രീതിയിൽ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ ചെയ്ത പ്രവൃത്തിയാണ്. അതായത് ഒരാളെ വിളിച്ചിട്ട് കുണ്ടിക്ക് മെയിലും ചിട്ടരോ, അതായത് ഒരാളുടെ പ്രൊഫഷന് വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മറ്റെന്താ പറയാ സർപ്രൈസ് കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ആൾക്കാർക്ക് കൊണ്ടത്. അല്ലാതെ കുണ്ടി എന്ന് വാക്ക് യൂസ് ചെയ്തതല്ല അവിടുത്തെ കുഴപ്പം. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. നമ്മൾ വിശ്വസിക്കണം അല്ലേ? അല്ല, കിടന്നങ്ങ് ഉരുണ്ടങ്ങ് മെഴുകി ഇവിടെയൊക്കെ പോകുന്നത് മീശ മാധവനിൽ എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇനി അങ്ങ് കിടന്നങ്ങ് മെഴുകും വേണം, എന്ന മാപ്പ് പറയുകയും വേണം. അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് എന്താ പറയുക നാട്ടുകാരങ്ങ് പൊട്ടനാക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ മീശമാധവൻ വരെ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അതായത് ഫസ്റ്റ് പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും, അതായത് ബൈഹാർട്ട് പോലെ പറഞ്ഞിട്ട് അവസാനം കൂപ്പ് കൊണ്ട് ചിരിച്ചോണ്ട് പറയുന്നിട്ടാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഇത് ഒരുമാതിരി ഒരു ആൾക്കാരെ മുന്നിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അതുമല്ല ഈ വിളിച്ചിട്ട്, അതായത് അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ എവിടെ അറിയിക്കണ്ട. പക്ഷെ ആ വിളിച്ച ആ ഒരു സ്ത്രീയെ വീണ്ടും വിളിച്ച് മാപ്പ് പറയുന്ന ഒരു വീഡിയോ കാണാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ നാട്ടുകാരോട് വന്ന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ എന്താ പറയുക ആ ഒരു സംഭവം ഏറ്റത് ആ ഒരു സ്ത്രീക്കാണ്. കാരണം ആ സ്ത്രീയാണ് ഈ ഒരു വിളിച്ച് കളിയാക്കിയത്. പക്ഷെ നമ്മളോട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ സ്ത്രീനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ആർജെ അഞ്ജലിയുടെ കൂടെ തന്നെ വേറൊരു കുണ്ടിച്ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഇത്ര വലിയ പ്രതികരണമൊന്നും ഇതുവരെയായിട്ട് കണ്ടില്ല. കാരണം അത് വേറെ തന്നെ ഒരു ഇതാണ്. കാരണം അത് വലിയ തെറ്റായിട്ടൊന്നും അവർക്ക് ഇതുവരെ ഫീലും ചെയ്തില്ല. കാരണം മെയിനായിട്ട് മാപ്പ് പറയേണ്ടതും ആ ഒരു കുണ്ടിച്ചേച്ചിയാണ്. കാരണം അവരാണ് മെയിനായിട്ട് ആ ഒരു കോള് സംസാരിച്ചത്. അഞ്ജലി കൂടെ ഇരുന്നെങ്കിൽ ചിരിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു മാപ്പ് പറഞ്ഞ ശേഷം വീണ്ടും ആൾക്കാർ നല്ല രീതിയിൽ കമന്റ് ബോക്സിൽ അങ്ങ് പൊങ്കാലിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ കൂടി ഇട്ട് വന്നിട്ടുണ്ട്. അത് കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ ആർജെ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജെ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന ആർജെയാണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്.
ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട്, ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട്. 3 വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 2 വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം. കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല, ഈ തൊഴിലിനോട് താല്പര്യമില്ല, ഈ സമൂഹത്തിനോട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു. ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല, അതിൽ ആത്മാർത്ഥത കുറവുണ്ട്, ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു. എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ച് കഴിഞ്ഞു. ആ ഒരു വിളിച്ച ആളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് ആ വീണ്ടും വിളിച്ച് ക്ഷമ ചോദിക്കുന്നതെന്നും നമ്മളെ കാണിക്കാത്തത്. അപ്പം ഇതിന് മുന്നേ കാണിച്ചതോ അപ്പൊ ഈ പ്രൈവസി ഒന്നും മാനിക്കത്തില്ല. നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലൊക്കെ മനുഷ്യന്മാർക്ക് ഇതാവുന്ന അല്ലെങ്കിൽ രാജ്യസാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. ഇതൊരുമാതിരി വന്നിട്ട് മറ്റേ എന്താ പറയുക വാർത്ത വായിക്കുന്ന പോലെ ക്ഷമയും പറഞ്ഞു പോയിട്ട് പിന്നെയും ആയിരിക്കാൻ വരുവാണ്. ആ കുണ്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്തതാണ്, കുണ്ടി എന്ന വേർഡ് യൂസ് ചെയ്യുന്ന ഇത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ അവിടെ ചെയ്ത പ്രവൃത്തിയാണ് എല്ലാവരും ഇങ്ങനെ വിമർശിച്ചത്. എന്തിന് ഇതുപോലെ ആരും ഒന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ കിട്ടും. അതിപ്പോൾ ആർജ് അഞ്ചിലായാലും ഈ തേങ്ങാക്കൊല ആയാലും. അതുമല്ല നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇത്രയും കുറവ് ആൾക്കാർ എന്താ പറയുക ഇതിനെതിരെ റിയാക്ട് ചെയ്തത്. ഇതിന് പകരം വല്ല ആണായിട്ടാണെങ്കിൽ ഇതുപോലെ ഡയലോഗ് ഒരു പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ ഇവിടെ എന്തൊക്കെ നടക്കും. അതുമല്ല നിങ്ങളുടെ തൊപ്പിയുടെ കേസിനെ എടുത്ത് നോക്കിയാൽ മതി. അവൻ പബ്ലിക്കിൽ വളി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് ഇവരിപ്പം ചെയ്തത്. പക്ഷെ ഇവർക്കെതിരെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇങ്ങനെ പൊങ്കാല മാത്രമേ ഉള്ളൂ, വേറെ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ഈ സ്ത്രീ എന്നുള്ള ആ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ്. അതുമല്ല ഇവരുടെ കൂടെയുള്ള ഒരു വ്യക്തി, അതായത് ആ ഒരു ഫോൺ കോൾ ചെയ്ത ആ ഒരു വ്യക്തി ഇതുവരെ ഒരു മാപ്പ് ഒരു വീട് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം അവർക്ക് അറിയാം ഇവർക്കെതിരെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവരുടെ സ്ത്രീകളാണ്, ഇവർക്ക് അതിൻ്റെതായ എന്താ പറയുക സംരക്ഷണം ഈ നാട്ടിൽ കിട്ടും. ഒന്നും കൂടാതെ ഇവരുടെ 2 പേരുടെ അക്കൗണ്ടിലും മറ്റേ എന്താ പറയുക കുണ്ടിക്ക് ടാറ്റു അടിക്കുന്ന സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുണ്ടി എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഇട്ടൊരു വീഡിയോ ഇവർ അന്ന് സ്റ്റോറി ആക്കി ഇടുന്നുണ്ട്. എന്തിന് ന്യായീകരിക്കാൻ. പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്ത കാര്യം കുണ്ടി എന്നുള്ള വാക്ക് യൂസ് ചെയ്തതിനല്ല. ആ ഒരു വാക്ക് യൂസ് ചെയ്ത് ഒരാളുടെ പ്രൊഫഷനെ കളിയാക്കിക്കൊണ്ട് കുണ്ടിക്ക് മൈലാഞ്ചി ഇട്ടത് എൻ്റെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് വർക്ക് കിട്ടുന്നുള്ള രീതിയിൽ പ്രാങ്ക് ചെയ്തതാണ് ഇവർ ചെയ്ത തെറ്റ്. അതാദ്യം മനസ്സിലാക്കണം. ഇതൊന്നും കൂടാതെ നിങ്ങളെ വിളിച്ച് കളിയാക്കി അതേ സ്ത്രീനെ വിളിച്ച് മാപ്പ് പറയുന്ന ഓരോ വിഷ്വൽസാണ് നമുക്ക് കാണേണ്ടത്. അല്ല നാട്ടുകാരെ മുന്നിൽ വന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്ത വലിയൊരു തെറ്റാണ്, ചെറിയ തെറ്റല്ല വലിയ തെറ്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ വന്ന് എത്രയൊക്കെ മറ്റേ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും ഒരു കാര്യമില്ല. ചെയ്ത തെറ്റാണുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു മാപ്പ് പറ. അല്ലാതെ മറ്റേ അച്ചടി ഭാഷ പോലെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വന്ന് മാപ്പ് പറഞ്ഞാലും മനസ്സിലാക്കാതിരിക്കാൻ പൊട്ടന്മാരല്ല നമ്മൾ. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി. കാരണം ഇനിയെങ്കിലും ഇവര് എന്താ പറയുക ഇതുപോലെ പ്രാങ്ക് ചെയ്യുമ്പോൾ 1-2 വട്ടമൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ എന്തൊക്കെ പറയണം, അല്ലയോ പറഞ്ഞ് എന്ത് പറ്റും, ഇത് അഥവാ പറഞ്ഞു പോയാൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കും. കാരണം നല്ല രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ആദ്യ അഞ്ചലിൽ മാത്രം വന്ന് ഇതുപോലെ വീഡിയോയിൽ മാപ്പ് പറഞ്ഞ പോലെ കൂടി ഉണ്ടായ മറ്റേ വ്യക്തി കൂടി വന്ന് പറയണം. അതും നമുക്ക് കാണണം. കാരണം ആ ഒരു വ്യക്തിയാണ് മെയിനായിട്ട് ആ ഒരു ഫോൺ കോളിൽ വിളിച്ചുകൊണ്ട് ആ ഒരു സ്ത്രീയെ കളിയാക്കിയത്. സോ ആ മാപ്പ് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ആ ഒരു സ്ത്രീക്കുണ്ട്. പക്ഷെ ഒരു മൈൻഡ് പോലും ഇല്ല. കാരണം ഇവർക്കറിയാം ഇവർക്കെതിരെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആരും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആരും ഇവർക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം സ്ത്രീകളാണ്. തൊപ്പി വളിയിടുമ്പോൾ മറ്റേ അവിടുന്ന് കേസ് ഇവിടുന്ന് കേസ് മറ്റേ ഡോറ് പൊളിച്ചിട്ട് അകത്ത് കയറി അവനെ കൊണ്ടുപോകുന്നു. അത് വളി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തോണ്ട് ഇവിടെ വേർഡ് യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ ഒരു പ്രൊഫഷനെ കളിയാക്കി വിളിച്ച് പ്രാങ്കാക്കി ഇതിലൊന്നും ഇവിടെ ഒരു സംഭവമില്ല. സോ എന്തായാലും ഈ 2 ഗുണ്ടി ചേച്ചികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇമാതിരി പ്രാങ്കുമായിട്ട് ഒരാളും നിൽക്കരുത്. കാരണം പ്രാങ്ക് ഒക്കെ നല്ലതാണ്, പക്ഷെ ഒരാളെ എന്താ പറയുക വേദനിപ്പിച്ചുകൊണ്ടുള്ള പ്രാങ്ക് ഇല്ല, അത് ശരിയാണ്.